നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ജോർദാനിലേക്കാണ്. അമേരിക്കയുമായി സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ജോർദാൻ എന്ന് പറയുന്ന രാജ്യം അവർ ഗസയിലേക്ക് അയച്ചിട്ടുള്ള ട്രക്കുകൾ, അതായത് സഹായവുമായിട്ട് ഗസയിലേക്ക് പോയിട്ടുള്ള അവരുടെ ട്രക്കുകൾ ഇപ്പോൾ ഇസ്രയേൽ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. തങ്ങളുടെ ട്രക്കുകളെ, അതായത് സഹായം കൊണ്ടുവരുന്ന ട്രക്കുകളെ തടഞ്ഞ നടപടിയെ ഇപ്പോൾ ജോർദാനും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതായത് ഇസ്രയേലിന്റെ ഇത്തരം പ്രവർത്തികളെ വിമർശിച്ചുകൊണ്ട് ജോർദാനും രംഗത്ത് വരുന്നുണ്ട്. ഈ ജോർദാനെക്കുറിച്ചും അവരുടെ ഇസ്രയേലിനോടുള്ള നയങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് ഈ ഒരു വാർത്ത നമുക്കൊന്ന് തീർത്തിട്ട് അവരുടെ ഈ ഒരു നയത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ ജോർദാൻ ഗവൺമെന്റിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ ഉണ്ട്. അദ്ദേഹം പറയുന്നത് തങ്ങളുടെ 30ഓളം ട്രക്കുകളാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഇടപെടൽ മൂലം തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ്. തങ്ങളുടെ ട്രക്കുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നവർക്കെതിരെ ഇസ്രയേൽ ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഈ ജോർദാന്റെ ഈ സ്പോക്സ് പേഴ്സൺ ഇപ്പോൾ ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പും ജോർദാൻ അയച്ചിട്ടുള്ള ട്രക്കുകൾ, അതായത് സഹായ ട്രക്കുകളെല്ലാം തന്നെ ഇസ്രയേൽ തടഞ്ഞു വെച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജോർദാനിലേക്ക് വരാം. ജോർദാന്റെ നയങ്ങൾ എന്താണ്, ഇസ്രയേലിനോടുള്ള നയം എന്താണ്? നമുക്ക് ഈ ഒരു മാപ്പിൽ കാണാൻ സാധിക്കും. ജോർദാൻ എന്ന് പറയുന്നത് ഇസ്രയേലുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. അതായത് ഇസ്രയേലുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന അറബ് രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ്. അത് ഞാൻ എടുത്തു പറയുന്നു. അറബ് രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ജോർദാൻ എന്ന് പറയുന്നത്. ഇസ്രയേൽ ഇറാൻ യുദ്ധ സമയത്ത് ഇസ്രയേലിന് സപ്പോർട്ടുമായിട്ട് ഇറാൻ വ്യോമപരിധി അടച്ചിരുന്നു. അതായത് ഇറാന്റെ മിസൈലുകൾ ജോർദാനിൽ കൂടി കടന്നു പോകരുത് എന്നാണ് ഇതിലൂടെ ജോർദാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി നിരവധി പത്രമാധ്യമങ്ങളാണ് ആ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇസ്രയേലിലേക്കുള്ള മിസൈലുകൾ അത് ജോർദാൻ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന രീതിയിലും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊടുത്തിരുന്നു. എന്നാൽ ജോർദാന്റെ ഇത്തരമൊരു നടപടിക്കെതിരെ ജോർദാനിലുള്ള ജനങ്ങൾ തന്നെ വളരെയധികം വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. ജോർദാനിൽ തന്നെ ഏകദേശം പകുതിയിലധികം പാലസ്തീനിയൻ വംശജരാണുള്ളത്. അതിനാൽ തന്നെ ജോർദാന് സ്വന്തം ജനങ്ങൾക്കെതിരെ കാര്യമായ രീതിയിൽ തന്നെ അവർക്കെതിരെ തിരിയാനും സാധിക്കുകയില്ല. ടോട്ടലി ജോർദാന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു നടുക്ക് നിൽക്കുന്ന നിലപാട്. അതായത് ഇസ്രയേലിനോട് എതിർപ്പുമില്ല, ഗസയ്ക്ക് വേണ്ട സഹായവും നൽകുന്നുണ്ട് എന്ന രീതിയിലാണ് പല വിദേശകാര്യ വിദഗ്ധരും ജോർദാന്റെ ഇത്തരം നടപടികളെ വിലയിരുത്തുന്നത്. ജോർദാൻ എന്തുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒപ്പം അവർക്ക് വേണ്ട രീതിയിലുള്ളൊരു സപ്പോർട്ട് നൽകുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1994 ഉണ്ടായിട്ടുള്ള ജോർദാൻ ഇസ്രയേൽ സമാധാന ഉടമ്പടിയാണ്. ഈ ഒരു ഉടമ്പടി പ്രകാരം തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടാകാതിരിക്കാൻ, അതുപോലെ തന്നെ സഹകരണത്തിലും ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോകാൻ ഈ ഒരു ഉടമ്പടി അത് കാരണമായി. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമേരിക്ക ജോർദാന് വർഷാവർഷം ആയിരക്കണക്കിന് കോടി ഡോളറാണ് ധനസഹായം നൽകുന്നത്. അമേരിക്കയെ പിണക്കാനായിട്ട് ഒരിക്കലും ജോർദാൻ മുതിരില്ല. കാരണം ഇത്രയും അധികം ധനസഹായം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ജോർദാന് കിട്ടുന്നുണ്ട്. അതിനാൽ തന്നെ ഇസ്രയേലിനോടും ഒരു വിരോധ മനോഭാവം അത് വെച്ചു പുലർത്താനായിട്ട് ജോർദാന് കഴിയുകയില്ല. ഈ ഒരു കാരണം എല്ലാം അവിടെ നിൽക്കട്ടെ, എന്നിരുന്നാലും ജോർദാൻ പല കാര്യങ്ങളിലും, ഇതല്ലാതെ തന്നെ പല കാര്യങ്ങളിലും ഇസ്രയേലുമായിട്ട് സഹകരണത്തിലാണ്. വെള്ളം, വൈദ്യുതി, ഗ്യാസ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ജോർദാൻ ഇസ്രയേലിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇത്രയും അധികം സൗഹൃദം നിലനിൽക്കുന്ന ഒരു രാജ്യമാണിപ്പോൾ ജോർദാന്റെ ട്രക്കുകളെ ഗസയിലേക്ക് കടക്കുന്നതിൽ നിന്ന് തടയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോർദാൻ വളരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖംനായിയുടെ ഒരു പ്രസ്താവന, അദ്ദേഹം കുറച്ച് നാൾക്ക് മുമ്പ് നടത്തിയൊരു പ്രസ്താവനയാണ്. അറബ് രാജ്യങ്ങൾ ഐക്യപ്പെടണം, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ അധികാരങ്ങളെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ഐക്യപ്പെടണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. എന്നാൽ ജോർദാനെ സംബന്ധിച്ച് ഇത്തരം ഒരു ആശയത്തിനൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് ഇസ്രയേലിന്റെ ഇത്തരം നടപടികൾക്കെതിരെ, അതായത് ഗസയിലേക്ക് ജോർദാന്റെ സഹായവുമായിട്ടുള്ള ഇത്തരം ട്രക്കുകളെ അവയെ തടഞ്ഞ ഈ നടപടിയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ്, ശക്തമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ജോർദാൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് IDF ചീഫ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഗസ പ്ലാൻ, അതിനെതിരെ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതായത് ഗസയുടെ മൊത്തം നിയന്ത്രണം ഇസ്രയേൽ ഏറ്റെടുക്കുക എന്നുള്ള നെതന്യാഹുവിന്റെ പ്ലാനെതിരെ ഇപ്പോൾ IDFന്റെ ചീഫ് തന്നെ
രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി പത്രമാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇസ്രയേലി പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ IDF ചീഫിനും രണ്ട് അഭിപ്രായമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിന്റെ തന്നെ മാധ്യമമായിട്ടുള്ള ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെയാണ്. ഗസയുടെ മൊത്തം കൺട്രോൾ അത് ഇസ്രയേൽ ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ വൻ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് IDFന്റെ ഈ ഒരു ചീഫ് ഇപ്പോൾ പറയുന്നത്. നിരവധി സൈനികർ കൊല്ലപ്പെട്ടേക്കാം, നിരവധി സൈനികർക്ക് പരിക്ക് സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ ഹമാസിന്റെ കൈവശമുള്ള ഹോസ്റ്റേജസ്, ഇസ്രയേലി ഹോസ്റ്റേജസിനും അതൊരു പക്ഷേ ഗുരുതരമായി തന്നെ ബാധിച്ചേക്കാമെന്നാണ് ഈ ഒരു IDF ചീഫ് ഇസ്രയേലി പ്രൈം മിനിസ്റ്ററിന് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതെല്ലാം തന്നെ ഇസ്രയേലിൽ നിന്ന് വരുന്ന ഇസ്രയേലിന്റെ തന്നെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളാണ്. ഇസ്രയേലിന്റെ ഈ ഒരു പത്രമാധ്യമത്തെ അങ്ങ് സൈഡിലേക്ക് മാറ്റിവെച്ചാലും ലോകത്തുള്ള രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ കാണുന്നത്, നെതന്യാഹുവിൻ്റെ ഈ ഒരു പ്ലാനിനെ കാണുന്നത് ഇത്തരം ഒരു കാര്യം, അതായത് ഈ ഗസയിൽ ഫുൾ കൺട്രോൾ നേടുക എന്നുള്ളൊരു കാര്യം വളരെ 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 ബുദ്ധിമുട്ടാണ് എന്നാണ് ഇത്തരം രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത്.